എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നന്ദുകൂട്ടനെ കൂട്ടുകാരെ തള്ളിയിട്ട കാര്യങ്ങളൊക്കെ പറയുവാണ് നന്ദു. അപ്പം കുറച്ച് മടിച്ച് നിൽക്കുമ്പം ഗൗരി പറയുന്നുണ്ട്, നന്ദു നീ എല്ലാം തുറന്ന് പറ, അമ്മ നിന്നെ സഹായിക്കും, അമ്മ നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് തുറന്ന് പറ എന്ന് പറയും. അന്നേരം നന്ദയും ചോദിക്കുന്നുണ്ട്, എന്താ മോനെ എന്താ പറയാനുള്ളത്, ആ കുട്ടികളെ മോനെ എപ്പോഴും കളിയാക്കാറുണ്ടോ ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പം നന്ദു പറയുന്നുണ്ട്, അവർ എൻ്റെ സ്കൂളിൽ തന്നെ ഉള്ളതാണ്, അവരെപ്പോഴും എന്നെ കളിയാക്കും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യും. ഞാൻ ഒറ്റക്കാലനാണ്, എൻ്റെ കാലുകൊണ്ട് ഇനി ഒരിക്കലും എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് ഒരിക്കലും സ്പോർട്സ് മീറ്റിലോ കളികളിലോ ഒന്നും പങ്കെടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ കളിയാക്കാറുണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭയങ്കര സങ്കടം ആകൂട്ടോ. അത് കഴിഞ്ഞ് നന്ദു ചോദിക്കുകയാണ് വിഷമത്തോടെ, എൻ്റെ കാലിനി ഒരിക്കലും ശരിയാകില്ലേ ആൻറ്റി എന്ന്. അതൊക്കെ ആകെ വിഷമമാവുന്നുണ്ട് എല്ലാവർക്കും. അന്നേരം നന്ദ പറയുന്നുണ്ട്, മോൻ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട, ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടെങ്കിൽ മോൻ മൈൻഡ് ചെയ്യേ വേണ്ട, മോൻ്റെ കാല് എല്ലാം ശരിയാകും, അതിനുള്ളതൊക്കെ ആൻറ്റി പറഞ്ഞു തരാം, മോൻ പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമാധാനിപ്പിക്കുകയാണ്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, നന്ദു ഒന്നും വിഷമിക്കേണ്ട, എൻ്റെ അമ്മ നല്ല സ്ട്രോങ് ആണ്, അതുപോലെ നന്ദും സ്ട്രോങ് ആവണം, ഇനി നിന്നെ ആരെങ്കിലും ഉപദ്രവിക്കാൻ വരുവാണെങ്കിൽ ഞാൻ നിന്നെ നോക്കിക്കോളാം, ഞാൻ അതിലും വലിയ സ്ട്രോങ് ആണ് എന്നൊക്കെ ഇങ്ങനെ ഗൗരിയും പറയുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പ്രിൻസിപ്പൾ ചോദിക്കും, എന്നാൽ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ ഡോക്ടറെ എന്നാ. അന്നേരം നന്ദ പറയും, ഒന്ന് നിൽക്ക് ടീച്ചറെ എന്ന് പറഞ്ഞിട്ട് അവരോട് കുട്ടികളോട് പറയും, നിങ്ങൾ കളിച്ചുകൊണ്ടിരുന്നു, ഞാൻ ടീച്ചറിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുവാണ്. എന്നിട്ട് നന്ദ പറയുന്നുണ്ട്, ഈ രാത്രി ഇനി നന്ദുവിനെ കൊണ്ടുപോകണോ, അങ്ങനെ കൊണ്ടുപോയാലും ചിലപ്പോൾ രാത്രി അവന് കാലിന് വേദന വന്നേക്കാം, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാഡത്തിനൊരു ബുദ്ധിമുട്ടല്ലേ, ഇവിടെയാണെങ്കിൽ എനിക്ക് ശല്യമൊന്നുമില്ല, അവൻ ഇവിടെ ഇരുന്നോളും, അവൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് നോക്കാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ് എന്നൊക്കെ പറയും. നേരം ഒന്ന് ആലോചിച്ചിട്ട് ടീച്ചർ പറയുന്നുണ്ട്, ശരിയാണ്, പക്ഷേ ഞാൻ നന്ദുവിനോട് ഒന്ന് ചോദിക്കട്ടെ എന്നിട്ട് ഞാൻ മറുപടി പറയാമെന്ന് പറയും. നേരെ ഒരു റൂമിലോട്ട് വരും. വന്നിട്ട് നന്ദുവിനോട് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ, മോൻ ഇവിടെ ഇരിക്കുന്നതിന് കുഴപ്പമുണ്ടോയെന്ന്. അപ്പം നന്ദു പറയും, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്ക് കളിക്കാൻ ഗൗരി ഉണ്ടല്ലോ, എനിക്കൊരു പ്രശ്നവും ഇല്ല എന്ന് പറയും. അന്നേരം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, എനിക്ക് മോൻ ഇവിടെ നിന്നോ, എനിക്കും പ്രശ്നമൊന്നുമില്ല, പിന്നെ ഈ കാര്യം നന്ദുവിൻ്റെ പേരൻസിനെ ഒന്ന് അറിയിക്കണ്ടേ, ഏതായാലും നന്ദുവിൻ്റെ അച്ഛൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാനൊന്ന് വിളിച്ച് പറയാം എന്ന് പറയുമ്പോഴത്തേക്കും നന്ദു പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പപ്പയെ വിളിക്കല്ലേ എന്ന് പറയും. അന്നേരം അതെന്താ മോനെ എന്ന് ചോദിക്കുമ്പം, എൻ്റെ പപ്പ പാവമാണ്, പപ്പയ്ക്ക് ആകെ വിഷമാവും എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് പപ്പയെ അറിയിക്കല്ലേ ടീച്ചറെ എന്ന് പറയുവാണ്. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതൊന്നും ഓർത്ത് മോൻ വിഷമിക്കേണ്ട, ആ ഫോം വിളിച്ചിട്ട് ഡോക്ടറെ കയ്യിലോട്ട് തന്നാൽ മതി, ഡോക്ടറിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, പപ്പയുടെ ടെൻഷൻ എടുപ്പിക്കത്തൊന്നുമില്ല എന്ന് പറയും. ഏതായാലും പ്രിൻസിപ്പൾ വിളിക്കുവാണ്, പക്ഷേ കോള് കണക്റ്റായിട്ട് കിട്ടുന്നില്ല കേട്ടോ. അന്നേരം പറയും, ഏതായാലും കോള് കണക്റ്റായിട്ട് കിട്ടുന്നില്ല, റേഞ്ച് ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഇനിയിപ്പോൾ തിരിച്ച് വിളിക്കുവാണെങ്കിൽ ഞാൻ കാര്യം പറഞ്ഞോളാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ച് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പൾ അവിടെ നിന്ന് പോരുവാണ്. കുട്ടികൾ രണ്ടുപേരുടെ ഭയങ്കര സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഈ സമയം ഗൗതത്തിനാകെ ടെൻഷനാട്ടോ. ഗൗതം മോൻ വിളിച്ചിട്ട്, മോൻ അവിടെ സുഖമാണോ, എല്ലാവരുമായിട്ട് കൂട്ടുകൂടിയോ, എന്തെങ്കിലും വിഷമമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ടാണല്ലോ സംസാരിച്ചേ. അന്നേരം ഗൗതത്തിനൊരു സംശയം, മോൻ ഇവിടെ ബുദ്ധിമുട്ടാണോ എന്നോർത്തൊരു ടെൻഷൻ. അതുകൊണ്ട് വീട്ടിലോട്ടൊന്നും പോകാതെ ഓഫീസിൽ തന്നെ ഇരിക്കുകയാണ്. അന്നേരം ഒരു കോൺസ്റ്റബിൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാർ സമയം ഒരുപാട് വൈകി, വീട്ടിൽ പോകുന്നില്ലേന്ന്. അന്നേരം ഗൗതം പറയും, ഇല്ല ഞാൻ വീട്ടിൽ പോകുന്നില്ല, മനസ്സിനൊരു സുഖമില്ല, അതുകൊണ്ട് താൻ എൻ്റെ റൂം ഒന്ന് വൃത്തിയാക്കിയിടാൻ പറ, ഞാൻ ഇന്ന് ഇവിടെയാണ് കിടക്കുന്നതെന്ന് പറയും. എന്നിട്ട് അങ്ങനോട് ചോദിക്കും, ഭക്ഷണം കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് നോക്കാമെന്ന് പറയുമ്പം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ താൻ അന്വേഷിച്ച് പോകണ്ട, ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തോളാം എന്ന് പറഞ്ഞ് ഗൗതം അവിടെ തന്നെ ഇരിക്കുവാണ്. അതിനുശേഷം ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഫോൺ ഫ്ലൈറ്റ് മോഡിൽ കിടക്കുമായിരുന്നു. അയ്യോ ഇതെപ്പോഴാണ് ഫ്ലൈറ്റ് മോഡിലായതുപോലും, ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്നൊക്കെ ഓർത്ത് അത് ഫ്ലൈറ്റ് മോഡ് മാറ്റുന്നത് പ്രിൻസിപ്പളിൻ്റെ കോളിലും. അന്നേരം ഹലോ ആരാ എന്ന് ചോദിക്കുമ്പം, ഇങ്ങനെ നന്ദു സ്പോർട്സ് മീറ്റിന് വന്ന സ്കൂളിലെ പ്രിൻസിപ്പളാണ് എന്ന് പറയും. അന്നേരം മാഡം ഈ സമയത്ത് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ, എന്തെങ്കിലും വിശേഷം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവർ പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറയാം, പാനിക്കാകരുത് എന്ന് പറഞ്ഞിട്ട് നന്ദുവിൻ്റെ കാര്യമൊക്കെ പറയുവാണ്. പറഞ്ഞു കഴിയുമ്പോഴേക്കും ഗൗതം, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് പുറപ്പെടുവാണ് എന്ന് പറയും. അന്നേരം പ്രിൻസിപ്പൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒന്ന് സമാധാനത്തിൽ ഒന്ന് ആലോചിക്കുക, പ്രശ്നമൊന്നുമില്ല, മോനിപ്പോൾ ഇവിടെ ഒരു കുഴപ്പമില്ല, ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, അവനെ നോക്കാനായിട്ട് ഒരു ഡോക്ടർ തന്നെ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ടെൻഷൻ ആകണ്ട, ഇനിയിപ്പോൾ വന്നെന്നുണ്ടെങ്കിൽ തന്നെ നാളെ വന്നാൽ മതി എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് ഫോം വെക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നന്ദുകുട്ടനെയും ഗൗരിയാണ്. ഗൗരി ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് നന്ദുകുട്ടനെ. അതെല്ലാം നോക്കിയിട്ട് നന്ദു ചോദിക്കുവാണ്, ഇതിൻ്റെ അകത്ത് എന്താ അച്ഛനില്ലാതെ, എൻ്റെ ഫോട്ടോസിലെല്ലാം അച്ഛനുണ്ടെന്ന് പറയും. അതെങ്കിലും ഗൗരിക്ക് ആകെ സങ്കടമാവേ. അന്നേരം നന്ദയും അടുത്തിരിപ്പുണ്ട്. അന്നേരം ഗൗരി നന്ദയോട് പറയുകയാണ്, പറ അമ്മേ, നന്ദു ചോദിച്ചതിന് മറുപടി പറ, എൻ്റെ അച്ഛൻ എന്തിയെന്ന് പറ എന്ന് പറയും. അന്നേരം അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് നന്ദു ചോദിക്കുക. അന്നേരം
ഗൗരി പറയുന്നുണ്ട് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ട് പോലുമില്ല, അമ്മയ്ക്കറിയാം, പക്ഷേ അമ്മ പറയുകയില്ല എന്ന് അമ്മയ്ക്ക് ഭയങ്കര വാശിയാണ് എന്ന് ഗൗരി പറയും. അന്നേരം നന്ദു പറയുവാണ്, അയ്യോ ഡോക്ടർ ആൻറ്റി പാവ, ഡോക്ടർ ആൻറ്റിയെ വിഷമിപ്പിക്കണ്ട എന്ന്. അന്നേരം ഗൗരി പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, എൻ്റെ അമ്മ നല്ല സ്ട്രോങ് ആണ്, അമ്മയ്ക്ക് എന്തെങ്കിലും നടക്കണം അല്ലെങ്കിൽ നടത്തിയെടുക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അമ്മ അതെല്ലാം സാധിച്ചെടുക്കും, അത്രയ്ക്ക് സ്ട്രോങ് ആ അമ്മ, അതുപോലെ തന്നെ ഞാനും നല്ല സ്ട്രോങ് ആ എന്നൊക്കെ ഇങ്ങനെ പറയുക. അന്നേരം നന്ദു ചോദിക്കും, അതിന് നീ പോലീസാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് പോലീസാകാനാ മോനെ ഇഷ്ടമെന്ന് നന്ദയും പറയുന്നുണ്ട്. അന്നേരം നന്ദു പറയാണ്, എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പയും അങ്ങനെ തന്നെയാണ്, എൻ്റെ പപ്പ ആരാന്നറിയാവോ എന്ന് ചോദിച്ചിങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് നളിനി കുറച്ച് വട്ടയപ്പമല്ല ഇലയപ്പമൊക്കെ ആയിട്ട് വരും. എന്നാൽ ഇതെന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കും നന്ദുവിന്. അപ്പോൾ നന്ദുവിന് അതെന്നാന്ന് അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഇലയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട്, കുമ്പിളപ്പം എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ തുറന്ന് മോന് കഴിക്കാൻ കൊടുക്കുന്നു. നല്ല സൂപ്പറാന്ന് പറയുന്നുണ്ട് മോൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ നന്ദുവിന്. പിന്നെ കാണിക്കുന്ന ഗൗതത്തെയാണ്. ഗൗതം രാവിലെ തന്നെ പുറപ്പെട്ടു നന്ദുവിൻ്റെ അടുത്തേക്ക്. ആകെ ടെൻഷനാണല്ലോ മോന് എന്തെങ്കിലും പറ്റിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറേ ഡ്രൈവ് ചെയ്ത് മടുത്ത് കഴിയുമ്പോഴേക്കും വണ്ടി സൈഡിൽ ഒതുക്കിയിട്ട് മുഖമൊക്കെ ഒന്ന് കഴുകുകയാണ്. കഴുകിയിട്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ഗൗരി അവിടെ പാറയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഐ മിസ് യു വെച്ചാന്ന്. അത് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഗൗതത്തിന്. ഗൗതം മനസ്സിലോർക്കുന്നുണ്ട്, ഇത് കൊള്ളാലോ, ഏതോ ഒരു കുട്ടി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ കുട്ടിയുടെ അച്ഛനെ കാണാൻ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതിയത്. അതെന്താ പോലും അവർ തമ്മിൽ അകന്നു പോകാനുള്ള കാരണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് അങ്ങ് പോകാൻ തുടങ്ങുമ്പോഴാണ് ആ എഴുതിയ ചോക്ക് താഴെ കിടപ്പുണ്ട്, അതിൻ്റെ ഒരു കുഞ്ഞു പീസ്. ഗൗതം അതെടുത്ത് അതിൻ്റെ താഴെ എഴുതി വയ്ക്കുകയാണ്, അച്ഛൻ ഉടനെ വരുമെന്ന്. എന്നിട്ട് മനസ്സിലോർക്കുവാണ്, ഈശ്വര ഈ കുട്ടിക്ക് എത്രയും പെട്ടെന്ന് അതിൻ്റെ അച്ഛനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണേ എന്നൊക്കെ മനസ്സിലോർത്തിട്ടാണ് അവിടുന്ന് പോരുന്നത്. പിന്നെ കാണിക്കുന്നത് നന്ദിയും നമ്മുടെ നന്ദുക്കുട്ടനെയൊക്കെയാണ്. നന്ദുക്കുട്ടനെ രാവിലെ കുളിപ്പിച്ച് സുന്ദരക്കുട്ടനാക്കും. എന്നിട്ട് നന്ദ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇനി എന്ന് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം, നമ്മുടെ സംരക്ഷണം നമ്മൾ തന്നെ ഏറ്റെടുക്കണം, അതിന് വേറെ ആരെ ആശ്രയിക്കരുത്, അങ്ങനെ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം, മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സാധിച്ചെടുക്കണം, അതിനുള്ള കഴിവുണ്ടാക്കിയെടുക്കണം എന്നൊക്കെ പറഞ്ഞ് മോന് നല്ലൊരു ശുഭാപ്തി വിശ്വാസമൊക്കെ കൊടുക്കും. എന്നിട്ട് ഞാനിനി അങ്ങനെ തന്നെ ആയിക്കോളാം ആൻറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മോൻ്റെ ബാഗിലൊരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട്, അതെന്താണെന്ന് അറിയാവോ എന്ന് ചോദിക്കുമ്പോഴേക്കും ഗൗരി, എനിക്കറിയാം, അത് കുമ്പിളപ്പം അല്ലേ എന്ന് ചോദിക്കും. ഏതായാലും ഭയങ്കര സന്തോഷത്തിലാട്ടോ എല്ലാവരും. പിന്നെ കാണിക്കുന്നത് മോഹിനിയാണ്. മോഹിനിക്ക് ആകെ വിഷമാണ്, പവിത്രയ്ക്ക് കുട്ടികളൊന്നും ഉണ്ടാകാത്തതുകൊണ്ട്. എന്നിട്ട് പവിത്രയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ നല്ല ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ നേരാവണ്ണം കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഈ വീട്ടിലെ റാണി നീ ആകിയില്ലായിരുന്നോ എന്ന് ചോദിക്കും. അന്നേരം പവിത്ര തിരിച്ചു ചോദിക്കും, അതെന്താമ്മ അങ്ങനെ പറയുന്നത്, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ടങ്ങ് പറയാമെന്ന് പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, നേരിട്ട് പറയാനൊന്നുമില്ല, നീ നേരാവണ്ണം മനസ്സ് വിചാരിച്ചായിരുന്നെങ്കിൽ നിനക്കൊരു കുട്ടി ഉണ്ടായേനെ, അത് ഇതിലോട് ഓടിക്കളിച്ചേനെ, അന്നേരം ഈ വീടിൻ്റെ അധികാരം നിന്നിലേക്ക് എത്തിയേനെ എന്ന് പറയും. അന്നേരം പവിത്ര പറയുന്നുണ്ട്, ഞാൻ ആഗ്രഹിക്കാൻ കിട്ടാഞ്ഞിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല, അതിനു വേണ്ടിയുള്ള സമയത്തെല്ലാം നീ ഓരോ നിയമങ്ങളും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുമല്ലായിരുന്നു, അതുകൊണ്ടല്ലേ ഇപ്പം കുഞ്ഞുങ്ങളുണ്ടാകാതെ പോയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇപ്പം ഇവിടുത്തെ അധികാരം മൊത്തം ആ പിങ്കിയുടെ കയ്യിലാണ്, അതിൻ്റെ കൂടെ ആ കനക എന്ന് പറഞ്ഞ സാധനം, എനിക്കതിനെ കാണുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയും കേട്ടോ. എന്നിട്ട് ഇത് കേട്ടുകൊണ്ടാണ് കനക അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടെ പറയും, ഒരു ചായ ചോദിച്ചിട്ട് എത്ര നേരമായെന്നറിയാവോ, അവർ ചായ കൊണ്ടുവരുന്നതേക്കും രാത്രിയാകും, ഉടനെ ഒന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പവിത്ര പറയും. അന്നേരം മോഹിനി പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ചൂട് ചായ വേണം, അവരോട് പറഞ്ഞ് ഒരു കാര്യവും നടക്കുകയില്ല എന്ന് പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേൾക്കുന്ന ഇവരെന്നായും കൊണ്ടുവരുന്ന ചായ പകുതീശം എടുത്ത് കുടിക്കും രണ്ടുപേരെ, അതുകൂടാതെ കൈ വിട്ട് ഇളക്കിയിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. ആ ചായ കുടിക്കുമ്പം മോഹിനി ചോദിക്കുന്നുണ്ട്, ഇതെന്ത് ചായ ഇത് എന്ന് ചോദിക്കും. അന്നേരം അത് ചായ, എന്താ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മോഹിനി പറയും, ഇത് ചായയാണോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വാട്ടവെള്ളം എന്നാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ, എന്നാൽ വേറൊരു കാര്യമുണ്ട്, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കരുതെന്നൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഓർത്തേക്കണം എന്ന് പറഞ്ഞിട്ട് പോവുക. അന്നേരം പവിത്ര ചോദിക്കും, അതെന്താ അവരങ്ങനെ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞ വല്ലതും കേട്ടോ എന്ന് ചോദിക്കുമ്പം രണ്ടുപേർക്കും ചെറിയൊരു ടെൻഷൻ. അത് കഴിഞ്ഞ് നമ്മുടെ പിങ്കിയെ കാണിക്കുന്നു. പിങ്കിയാണ് ഫോൺ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഗൗതത്തെ. ഗൗതം എവിടെ പോയെന്ന് അറിയത്തില്ല, അതിൻ്റെ ടെൻഷൻ. ഇവിടെ ഒരാൾ ഇവിടെ ആദ്യ പിടിച്ചിരിപ്പുണ്ടെന്ന് അറിയത്തില്ലേ ഗൗതത്തിന്, റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഇങ്ങോട്ട് റേഞ്ചുള്ള ഒരു ഫോണിൽ നിന്ന് വിളിക്കാൻ മേലെ എന്നൊക്കെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ട് കനക ചെല്ലുന്നത്. എന്നിട്ട് കനക പറയുവാണ്, പിങ്കുമോൾ ഇവിടെ ഉണ്ടായിരുന്നോ, പിങ്കുമോളോട് ഇവിടെയുള്ള ആ മോഹിനിക്കും പൗത്രിക്കും ഒക്കെ ഭയങ്കര അസൂയ, അവർ ആ മോളെ എപ്പോഴും കുറ്റം പറയാറുണ്ടെന്ന് ചോദിക്കും. ഉണ്ട് എന്ന് പറയുമ്പം പിങ്കി ചോദിക്കും, അവരെന്നെ കുറ്റം പറയാറുണ്ടോ, അതെങ്ങനെ നിങ്ങൾ കേട്ടേ എന്ന് ചോദിക്കും. അന്നേരം ഞാൻ കേട്ടു. പിന്നെ അസൂയ തോന്നാതിരിക്കുമോ, ഗൗതത്തെ പോലെ ഒരു ഭർത്താവും നല്ല പൊന്നു പോലത്തെ ഒരു മോനും ഒക്കെ ആയിട്ട് ഈ കുടുംബം മൊത്തം നിയന്ത്രിക്കുന്ന മോളല്ലേ, പിന്നെ അസൂയ തോന്നാതെ ഇരിക്കുമോ എന്നിങ്ങനെ പറയുമ്പം ഇങ്ങനെ പിങ്കി മനസ്സിലോർക്കുക, അതിന് കനകയ്ക്ക് എന്നെ അറിയാം, ഭർത്താവ് എന്ന പേര് മാത്രമേ ഉള്ളൂ, സ്വന്തമല്ലാത്ത ഭർത്താവും സ്വന്തമല്ലാത്ത മോനും ഒക്കെ ആയിട്ടാണ് ഞാനിപ്പം ജീവിക്കുന്നത്, എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടി, ഇപ്പം സ്വന്തം ജീവിതം പോലും സ്വന്തമല്ലാത്ത അവസ്ഥയിലാണ് എന്നിങ്ങനെ പിങ്കി മനസ്സിലോർക്കുമ്പം കനക ചോദിക്കുന്നുണ്ട്, പിങ്കിമോൾ എന്താ മനസ്സിലിപ്പോൾ
ഓർത്തെന്ന് ഞാൻ പറയട്ടെ. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ കരുതുന്ന കനകയ്ക്ക് എന്നെ അവർ കുറ്റം പറയുന്നത് കേട്ടപ്പം 2 വർത്താനം അങ്ങ് പറയാൻ മേലായിരുന്നോ എന്നല്ലേ മോൾ ഓർത്തത് എന്ന് ചോദിക്കുമ്പം പിങ്കി പറയും, അല്ല ഞാൻ അങ്ങനെയല്ല ഓർത്തത് എന്ന് പറയുമ്പോൾ പിന്നെ എന്താ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ഞാൻ എല്ലാ സ്വാതന്ത്ര്യവും ഇവിടെ തന്നിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനത്തൊന്നുമല്ല കാണുന്നത്, ഈ വീട്ടിലെ ഒരു ജോലിക്കാരി, ആ സ്ഥാനത്ത് നിന്നാൽ മതി നിങ്ങളെ എന്ന് പറയും. അന്നേരം കനക ചോദിക്കും, ഒരമ്മയെപ്പോലെ ഞാൻ എല്ലാം ചെയ്തു തരുന്നില്ലേ മോൾക്ക്, പിന്നെ എന്താ എന്ന് ചോദിക്കും. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഒരമ്മയെപ്പോലെ എന്ന് പറയരുത്, നിങ്ങളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അത് ഇവിടെ ഒരു സെർവൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. ഒരമ്മയെപ്പോലെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ ശമ്പളം വാങ്ങരുതായിരുന്നു, അങ്ങനെ വാങ്ങുന്നില്ലേ, ഇനി തൊട്ട് ഞാൻ ശമ്പളം തരണ്ട എന്നാണോ കനക പറയുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആകെ വിഷമിച്ച് നിൽക്കുവാണ് കനക. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ്